നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയുള്ള ഒരു ഗേജാണിത് ഈ കാണുന്നത്. അപ്പോൾ ടയർ ഡെപ്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ടയറിന് അൺഈവനായിട്ടുള്ള വേറുണ്ടോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് ഒരു സാധാരണ ടോപ്പിക്കായിട്ട് നിങ്ങൾ എടുക്കില്ല. കാരണം പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. പുതിയൊരു ടയർ മേടിച്ചിട്ടു ഒരു ടയറിന് മാത്രം വെട്ടി തേയ്മാനം വരുന്നുണ്ട്. എങ്ങനെ അറിയാൻ സാധിക്കും ആ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടയറിന് മാത്രം തേയ്മാനം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും? കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ ടയർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും ഇതിനെന്തെങ്കിലും അൺഈവനായിട്ടുള്ള തേയ്മാനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഡെപ്ത് ഗേജ് കൊണ്ടാണ്. ഇതുപോലത്തെ ഒരു ഡെപ്ത് ഗേജ് മേടിക്കാൻ വലിയ വിലയൊന്നും വരുന്നില്ല. 100 രൂപ 150 രൂപയ്ക്കകത്തെങ്ങാണ്ടേ ഉള്ളൂ ഈ സാധനത്തിൻ്റെ വില. ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ഡെപ്ത് അറിയാൻ പറ്റും. എന്തിനാണ് ടയർ ഡെപ്ത് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ടയറിന് അൺഈവനായിട്ടുള്ള വെയറുണ്ടോ, അതോ ഇനി ഈ ടയർ കൊണ്ട് ഇനി ഓടാൻ സാധിക്കുമോ, അതോ മാറാറായോ, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിതിനകത്ത് വെയർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഇതിനകത്തുള്ള മെഷർമെൻറ്റ്സ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് മില്ലിമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ ഏതാണ്ടൊക്കെ കുറേ മെഷർമെൻറ്റ്സ് ഉണ്ട്. നമുക്കിതിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് നമ്മുടെ മില്ലിമീറ്ററാണ്. അപ്പോൾ മില്ലിമീറ്റർ വെച്ച് തന്നെ ഇതിൻ്റെ താഴെ കണ്ടോ ഒരു സാധനം, ഇതാണ് ശരിക്കും നമ്മുടെ ഡെപ്ത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്രൂസിൽ, നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ആ ഗ്രൂവിനകത്തോട്ട് പോകേണ്ടത് ഈ ഒരു ഫ്ലാറ്റ് പോർഷനാണ്. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചുകൊണ്ട് ഞാനിത് നേരെ താക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്താൽ എനിക്ക് കാണാൻ സാധിക്കും ഏകദേശം 3 ആണ് ഇപ്പോൾ കിടക്കുന്നത്. കണ്ടോ, 3 mm. 3 mm എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ ശരിക്കും മന്ത്ലി ഇൻസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയാണ് വരുന്നത്. അതായത് ഓരോ മാസം കൂടുന്തോറും ഇതിൽ താഴോട്ട് പോവുകയാണെങ്കിൽ ടയർ മാറാനുള്ള സമയമായി. എൻ്റെ വാഹനം ഇപ്പോൾ ഏകദേശം ഒരു 47,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടയർ മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഗേജ് വെച്ച്. അപ്പോൾ എല്ലാം ടയർസിലും നോക്കണം. എല്ലാം ടയറിൽ നോക്കിക്കഴിയുമ്പോൾ ഏതെങ്കിലും ടയറിന് വ്യത്യാസമുണ്ടോ, ഏതെങ്കിലും ടയറിന് കുറച്ചുകൂടെ കൂടുതൽ ലൈഫ് ഉണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഡെപ്ത് കുറയുന്നതിനനുസരിച്ച്, അതായത് അതിനകത്തുള്ള ഡെപ്ത് കുറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിന് തേയ്മാനം കൂടുക എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ടയറിന് തേയ്മാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടയർ റീപ്ലേസ് ചെയ്ത് വിട്ടോണം. 3 താഴോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 3 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് 2 ആകുമ്പോഴത്തേക്ക് അത് മാറി വിട്ടില്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ടയറിന് ത്രെഡ് കുറവാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയർ ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഡെപ്ത് ഗേജ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ശരിക്കും ഈ ഡെപ്ത് ഗേജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുതിയ വാഹനത്തിൻ്റെ ടയറൊക്കെ മേടിക്കും, അല്ലെങ്കിൽ പുതിയൊരു ടയർ മേടിക്കുന്ന സമയത്ത് നമുക്ക് ആ ടയറിന് എന്തെങ്കിലും അൺഈവനായിട്ടുള്ള വേറോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാം. കൃത്യമായിട്ട് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അതായത് ഒരു സൈഡിലെ ടയർ മാത്രം വെട്ടിത്തേയുന്നു, ഇതൊരു സ്ഥിരം കംപ്ലയിൻ്റ് ആണ്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ വാഹനത്തിൽ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് അത് ഷുവറായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ സാധനം, അതായത് ടയർ ഡെപ്ത് ഗേജ് ഒന്ന് മേടിച്ച് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും.